ഇനി നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഓണത്തപ്പനെ കാണണ്ടേ? തൃശ്ശൂർ തെക്കേ ഗോപുരനടയ്ക്ക് അടുത്തേക്ക് നമ്മൾ പോയാൽ മതി. അവിടെ നിന്ന് അമൽ സുരേന്ദ്രൻ വാർത്തകളുമായി ചേരും. അപ്പം അമൽ വിശദാംശങ്ങൾ പറയും. എസ്കേൻ, ഉത്രാടപ്പാച്ചിൽ തൃശ്ശൂരിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാവിലെ പെയ്ത മഴ അത് ഈ ഒരു തിരക്കിന് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമുക്കറിയാം തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ വെച്ചാണ് ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഓണത്തപ്പനെ ഒരുക്കിയിരുന്നത് സമർപ്പണ എന്ന ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ട്. പക്ഷേ അതിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇത് എത്ര അടി ഉയരത്തിലുള്ള ഓണത്തപ്പനാണ്? ഏകദേശം 30 അടിയോളം ഉയരണ്ട്. തൃക്കാക്കരപ്പന് 30 അടി അടുത്തുണ്ട് ഉയരണ്ട്. 30 അടിയോളം ഉയരമുണ്ട്. ഇവിടെ ഓണത്തപ്പനെയാണ് ഒരുക്കിയിരിക്കുന്നത്. തൃക്കാക്കരപ്പനെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സമർപ്പണയുടെ രാമായണ ഫസ്റ്റിന്റെ സംഘാടകരാണ് ഈ തൃക്കാക്കരപ്പനെ 30 അടിയോളം. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ തൃക്കാക്കരപ്പൻ ഇപ്പൊ കണ്ടിട്ടുള്ളത് ഈ തൃക്കാക്കരപ്പനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം മറ്റ് ചില പരിപാടികൾ കൂടി ഒരുക്കിയിരുന്നു അല്ലെ? അതെ അതെ. ഇവിടെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ടീം പൂമ്പാറ്റയുടെ ചെണ്ടമേളം ഉണ്ട്. അതുപോലെ തന്നെ അമ്മമാരുടെ ഒരു തിരുവാതിര കളി ഉണ്ട്. ഇവിടെ തായമ്പക നടക്കുന്നുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ ഒരുക്കിയിരുന്നു. എന്നാലും ചെറിയ തോതിലൊക്കെ ഈ മഴയുടെ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിലായിട്ട് വലിയൊരു അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു. ഇപ്പോൾ അത്തപ്പൂക്കളത്തിന് പിന്നാലെ ഓണത്തപ്പൻ കൂടി തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തെക്കേ ഗോപുര നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉത്രാടത്തിന്റെ ഭാഗമായിട്ടുള്ള തിരക്കുകളെല്ലാം തൃശ്ശൂരിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് തൃശ്ശൂർ തെക്കേ ഗോപുര നടയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.